അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാം വൃത്തിക്ക് ശുദ്ധിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ്. ശുദ്ധി ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ പകുതിയാണെന്ന് വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും അവൻ്റെ ശരീരവും അവൻ്റെ വസ്ത്രവും അവൻ്റെ മറ്റു വസ്തുക്കളൊക്കെ എപ്പോഴും വെടുപ്പിലും വൃത്തിയിലുമായി സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെയാകുമ്പോൾ അവൻ്റെ ടെൻഷൻ, അവൻ്റെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ അത് കാരണമായി തീരും. എപ്പോഴും സുഗന്ധം പൂശുക, നല്ല വാസനയുള്ളവനാവുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ വൃത്തിയുള്ളവനായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലെ അനാവശ്യമായ രോമങ്ങൾ, അതുപോലെ തന്നെ മുടി, താടി തുടങ്ങിയവയൊക്കെ വെട്ടി ഒതുക്കാനും ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ട നഖം പോലത്തവ മുറിച്ചു മാറ്റാനും അനാവശ്യമായ രോമങ്ങളെല്ലാം ശരീരത്തിൽ നിന്നും ഒഴിവാക്കാനൊക്കെ വിശുദ്ധ ഇസ്ലാം ആ കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 40 ദിവസത്തേക്കാൾ കൂടുതലാവാൻ പാടില്ല ശരീരത്തിലെ അനാവശ്യ രോമങ്ങൾ. അതിന് മുമ്പായി തന്നെ ആ ശരീരത്തിൽ നിന്നും ഒഴിവാക്കി അവിടെ വൃത്തിയാക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും അതിൻ്റെ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ താടിയും മീശയുമൊക്കെ വെട്ടി ഒതുക്കുക, നഖം വെട്ടുക, ഇതൊക്കെ പ്രത്യേകം സുന്നത്തുള്ളതായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തതായി മഹാനവറുകൾ നമ്മോട് പറയുന്നുണ്ട്. വഖിത ലനാ ഫീ ഖസ്സിശ്ശാരിബി, മീശ വെട്ടിച്ചെറുതാക്കാനും, വത്തഖലീമിൽ അൽഫാരി നഖം മുറിക്കാനും, വനത്ഫിൽ ഇബ്തി കക്ഷരോമം അത് പറിച്ചു കളയാനും, വഹൽഖിൽ ആനത്തി ഗുഹ്യരാമം അത് വടിച്ചു കളയാനും ഞങ്ങൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരിക്കലും അല്ല നത്തുറുക്ക് അക്സർ മിൻ 40 ലൈല, 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് ശരീരത്തിൽ വെക്കാൻ പാടില്ല. അതിന് മുമ്പായി കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഗുഹ്യരോമം അതുപോലെ തന്നെ കക്ഷവുമൊക്കെ ശരീരത്തും അടിച്ച് അത് ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ട് തന്നിട്ടുണ്ട് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതെല്ലാം നമ്മോട് നിർദ്ദേശിക്കപ്പെടുന്ന ഒന്നുകൊണ്ടാണ് എപ്പോഴും മനുഷ്യൻ വെടുപ്പിലും വൃത്തിയിലുമായി ജീവിക്കണം. നഖം അതൊക്കെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരികളൊക്കെ നഖം വളർത്തിയും അതിന്മേൽ പ്രത്യേകമായ ക്യൂടെക്സ് പോലുള്ള വസ്തുക്കളൊക്കെ പുരട്ടിയിട്ട് അതിനെ ഭംഗി കൂട്ടാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അതിലൂടെ അവരുടെ മതപരമായ ആജ്ഞ, മതപരമായ നിർദ്ദേശങ്ങളാണ് അവർ ഒഴിവാക്കുന്നതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നഖത്തുമ്മൽ ഈ പറയപ്പെട്ട വസ്തുക്കൾ പുരട്ടുക വഴി വുളു ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേരാത്തൊരവസ്ഥ വന്നാൽ, വലിയ ശുദ്ധിയത്തൊന്ന് കുളിക്കുമ്പോഴൊക്കെ അതിൽ വെള്ളം ചേരാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കാൻ നിർവഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, നിസ്കരിക്കാൻ ഹറാമാകുന്നൊരവസ്ഥ, അതുപോലെ തന്നെ ഖുർആൻ അത് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ സ്പർശിച്ചുകൊണ്ടോ ഒക്കെ പാരായണം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ അവർ സംജാതമാകുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ച ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം നാം ശ്രദ്ധിക്കുകയും അതിൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയായി മുസ്ലിമായി മാറുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നഖം മുറിക്കുക, അതുപോലെ തന്നെ പുരുഷന്മാരൊക്കെ മീശ വെട്ടി ചെറുതാക്കുക, അഥവാ മുകൾ ചുണ്ടിൻ്റെ ചുവപ്പ് നിറം വെളിവാകുന്ന രൂപത്തിൽ മീശ ഒരിക്കലും ചുണ്ടിലേക്ക് താഴ്ന്ന് ഇറങ്ങാത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ മീശ ഉണ്ടാവേണ്ടത്. താടിയൊക്കെ ഒട്ടി ഒതുക്കുക, അതങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറന്ന് കാണാൻ തന്നെ ഒരു വലിയ ബോറുള്ളൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ കക്ഷരോമം അത് പറിച്ചു കളയാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അതല്ലെങ്കിൽ വടിച്ചു കളഞ്ഞിട്ടെങ്കിലും അവിടെ വൃത്തിയാക്കുക. ഗുഹ്യരാമവും അപ്രകാരം തന്നെ 40 ദിവസത്തേക്കാൾ കൂടുതലാവാത്ത അതിന് മുമ്പ് തന്നെ അതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുകയും അത് ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതത്തിൽ അത് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ച രൂപത്തിൽ നാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയായി വൃത്തിയുള്ള മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.